ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ യൂണിറ്റിൽ ആകെ മൊത്തം 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ബീർബഹൂട്ടി എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ കൂട്ടുകാരെല്ലാവരും കണ്ടിരിക്കുമല്ലോ. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഈ പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബീർബഹൂട്ടി കിസ് വിധ കി രചന ഹെ? ബീർബഹൂട്ടി ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം കഹാനി, കഥ. രണ്ടാമത്തെ ചോദ്യം, ബീർബഹൂട്ടി കഹാനി കാ ലേഖക കോൺ ഹെ? ബീർബഹൂട്ടി എന്ന കഥയുടെ ലേഖകൻ ആരാണ്? ഉത്തരം പ്രഭാത്. മൂന്നാമത്തെ ചോദ്യം, ഇതൊരു ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ വാചകം അഥവാ സെന്റൻസ് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ചോദ്യം. അതിന് താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, बेला के आंखें भर गए. बी, बेला की आंखें भर गई. सी, बेला ने आंखें भर गई. डी, बेला का आंखें भर गया. ഈ 4 സെന്റൻസും അർത്ഥമാക്കുന്നത് ബേലയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ്. ഇതിൽ ഏത് സെന്റൻസ് ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ബി, ബേല കി ആംഖേം ഭർ ഗയി. ഈ സെന്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ആംഖേം. ഇതിൽ ആങ്ക് എന്നത് സ്ത്രീലിംഗാണ്, ആംഖേം എന്നത് സ്ത്രീലിംഗ ബഹുവചനാണ്. സ്ത്രീലിംഗ ഏകവചനമായാലും ബഹുവചനമായാലും കി പരസർഗാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രിയ ഗയി എന്ന് തന്നെ ആയത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബേല കി ആംഖേം ഭർ ഗയി എന്നാണ്. ഇനി നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ഒരു 2-3 വരിയെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൽ ആദ്യത്തെ ചോദ്യം, സാഹിൽ ഓർ ബേല ആഖിർ ക്യോം അലഗ് ഹോ രഹേ ഹെ? ആഖിർ അവസാനം, അലഗ് ഹോന വേർപിരിയുക. സാഹിലും ബേലയും അവസാനം എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വേർപിരിയുന്നത്? ഉത്തരം നോക്കാം. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. और वह दोनों जिस स्कूल में पढ़ रहा था वहां सिर्फ 5वीं तक ही था. അവർ രണ്ടുപേരും ഏത് സ്കൂളിലാണോ പഠിച്ചിരുന്നത് അവിടെ 5ാം ക്ലാസ് വരെയേ ഉണ്ടായിരുന്നുള്ളൂ. इसीलिए आगे की पढ़ाई के लिए दोनों अलग अलग स्कूल में दाखिल होने जा रहे हैं. ആയതുകൊണ്ട് അവർ രണ്ടുപേരും തുടർ പഠനത്തിനായി വേറെ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അടുത്ത ചോദ്യം, ബേല അപ്നെ കോ സാഹിൽ കെ സാമനെ പിട്വാന നഹി ചാഹത്തി തി, ക്യോം? ബേല സാഹിലിന്റെ മുന്നിൽ വെച്ച് അടികൊള്ളാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം ക്യോങ്കി സാഹിൽ ബേല കാ ഇക്ലൗത്ത ദോസ്ത് താ. ഇക്ലൗത്ത ഒരേയൊരു. എന്തുകൊണ്ടെന്നാൽ സാഹിൽ ബേലയുടെ ഒരേയൊരു ഫ്രണ്ടായിരുന്നു. और वह हमेशा साहिल की नजर में अपने लिए प्यार और इज्जत देखना चाहती थी. അവൾ എപ്പോഴും സാഹിലിന്റെ കണ്ണുകളിൽ തന്നോടുള്ള ഇഷ്ടവും ആദരവും കാണാൻ ആഗ്രഹിച്ചിരുന്നു. वह कभी भी उसके सामने शर्मिंदा नहीं होना चाहती थी. അവൾ ഒരിക്കലും സാഹിലിന്റെ മുന്നിൽ വെച്ച് അപമാനിതയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഷർമിന്ദ ഹോന, അപമാനിതയാവുക. ഇസീലിയെ ബേല അപ്നെ കോ സാഹിൽ കെ സാമനെ പിട്വാന നഹി ചാഹത്തി തി. ഇതുകൊണ്ടാണ് ബേല സാഹിലിന്റെ മുന്നിൽ വെച്ച് അടി വാങ്ങാൻ ആഗ്രഹിക്കാതിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നുള്ള നല്ല പോയിന്റ്സ് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന് ആൻസറായി എടുക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, മാൻലെ സാഹിൽ ഹോസ്റ്റൽ മേം രഹകർ പഠ്നെ ലഗ. സാഹിൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കാൻ തുടങ്ങി. ബേല കി ഹാൽചാൽ പൂച്ച്നെ കെ ലിയെ സാഹിൽ ബേല കെ നാം പത്ര ലിഖ്താ ഹെ. ബേലയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് സാഹിൽ ബേലയ്ക്കൊരു കത്തെഴുതാണ്.
बेला के नाम साहिल का संभावित पत्र लिखे. സാഹിൽ ബേലയ്ക്ക് അയക്കാൻ പോകുന്ന ആ കത്ത് എഴുതുക എന്നതാണ് ചോദ്യം. ഒരു കത്ത് എഴുതുന്നതിന് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒരു കത്തിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നാൽ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് താരീഖ് അഥവാ തീയതി, അതിന് താഴെ സ്ഥാനം സ്ഥലം, അതിന് താഴെ ഇടതുവശത്തായിട്ട് നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരെ സംബോധന ചെയ്തുകൊണ്ട്. ഇവിടെ സാഹിൽ ബേലയ്ക്കാണ് എഴുതുന്നത്, അതുകൊണ്ട് പ്രിയ ബേല. അതിനുശേഷം നമ്മൾ എന്താണോ ഈ കത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് 1-2 പാരഗ്രാഫിലാക്കി എഴുതാം. അവസാനം നമ്മുടെ പേര്. ഉത്തരം നോക്കാം. പ്രിയ ബേല, പ്രിയപ്പെട്ട ബേല. कैसी हो? നിനക്ക് സുഖമാണോ? तुम्हारे घर में सब कुशल है ना? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? और तेरी पढ़ाई कैसी चल रही है? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? मैं अच्छी तरह पढ़ रहा हूँ. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. मुझे यहाँ तुम्हारी और घर वालों की बहुत याद आता है. ഞാൻ നിന്നെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും എപ്പോഴും ഓർക്കാറുണ്ട്. मैं इससे पहले घर से इतनी दूर रहा नहीं हूँ ना, शायद इसलिए होगा. ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ നിന്നും ഇത്രയും ദൂരെ നിന്നിട്ടില്ലല്ലോ, ഒരുപക്ഷെ അതുകൊണ്ടാവാം. तुम्हें अपनी नया स्कूल कैसा लगा? നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? तुम्हें वहाँ नई सहेलियाँ मिली है कि नहीं? നിനക്കവിടെ പുതിയ കൂട്ടുകാരികളെ കിട്ടിയല്ലോ അല്ലേ? यहाँ मुझे एक दोस्त मिला है, राहुल. എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, രാഹുൽ. वह हमारे पास के गाँव से है. അവൻ നമ്മുടെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ്. हम दोनों हॉस्टल में भी साथ साथ हैं. ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിലും ഒരുമിച്ചാണ്. क्या तुम अभी भी बीरबहुटियों को गोचने के लिए जाता है? നീ ഇപ്പോഴും ബീർബഹുട്ടികളെ തിരയാൻ പോവാറുണ്ടോ? मुझे वह सब बहुत याद आता है. ഞാനതൊക്കെ ഇപ്പോഴും ഓർക്കാറുണ്ട്. यहाँ तो सिर्फ स्कूल जाने की इजाज़त है, बाहर घूमने के लिए जाना मना है. ഇജാസത്ത് അനുവാദം. ഇവിടെ സ്കൂളിലേക്കല്ലാതെ പുറത്തേക്കൊന്നും പോവാൻ അനുവാദമില്ല. मैं अगले महीने घर आ रहा हूँ. ഞാൻ അടുത്ത മാസം വീട്ടിലേക്ക് വരുന്നുണ്ട്. वहाँ आते ही तुमसे मिलूंगा. അവിടെ എത്തിയാലുടൻ ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. तुझसे ढेर सारे बातें करने को है. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. माँ बाप से मेरा प्रणाम कहना. അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണം. अपना ख्याल रखना. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. तुम्हारा दोस्त. നിന്റെ സുഹൃത്ത് സാഹിൽ. അടുത്ത ചോദ്യം. सुरेंदर माट साहब ने बेला के बालों पर पंजा फसाया था. സുരേന്ദർ സാറ് ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. इस बात से बेला को बहुत बुरा लग रही थी. ഇത് ബേലയ്ക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. घर पहुंचकर बेला अपनी माँ से इस घटना के संबंध में बात कर रही है. വീട്ടിലെത്തിയപ്പോൾ ബേല അമ്മയോട് ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. വാർത്താലാപ് ലിഖേ. സംഭാഷണം എഴുതുക. ഉത്തരം നോക്കാം. ബേല. മാ അബ് കഹാ ഹേ? ബേല. അമ്മ എവിടെയാണുള്ളത്? മാ. ക്യാ ഹുവാ? ഇത്നാ പരേശാൻ ക്യൂ ഹോ? എന്താ പറ്റിയ? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ബേല മാ സെ ലിപട്ട് കർ രോ പഡ്തി ഹെ. ബേല അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. മാ. ക്യൂ രോ രഹി ഹെ? നീ എന്തിനാ കരയുന്നേ? കിസിനെ തുജ്സെ കുച്ച് കഹാ ഹെ ക്യാ? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? യാ സാഹിൽ ഓർ തേരി ലഡായി ഹോ ഗയി ഹെ ക്യാ? അല്ലെങ്കിൽ നീയും സാഹിലും തമ്മിൽ പിണങ്ങിയോ? ബേല. മാ हमारे गणित का मास्टर जी है ना, सुरेंदर माट साहब. उन्होंने आज मुझे पूरे क्लास के सामने डांटा और मेरे बालों में पंजा फसाया, वह भी मेरी बिना कोई गलती के. അമ്മേ, ഞങ്ങളെ കണക്കിൻ്റെ മാഷില്ലേ സുരേന്ദർ മാട്ട് സാബ്, അദ്ദേഹം ഇന്ന് എന്നെ ക്ലാസിൻ്റെ മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞു. കൂടാതെ എൻ്റെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു, അതും ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. മാ.
മാഡ് സാബ് ने ऐसा क्यों किया? സാർ എന്തിനാ അങ്ങനെ ചെയ്തേ? ബേല, വഹ് തോ ऐसा ही है. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. जरा सी गलती पर बच्चों को मारते हैं. ചെറിയ തെറ്റിനു പോലും കുട്ടികളെ അടിക്കും. लेकिन मैंने तो कोई गलती किया भी नहीं. പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. माँ, छोड़ो वह सब. वह तुम्हारी मास्टर जी है ना, ऐसा समझकर भूल जाओ. माँ, സാരല്ല, അദ്ദേഹം നിന്റെ സാറല്ലേ, അങ്ങനെ വിചാരിച്ച് മറന്നേക്ക്. ബേല, മാ, അഗർ മാഡ് സാബ് ने मुझे पिटा तो भी मुझे बुरा नहीं लगता. അമ്മേ, സാരെന്നെ അടിച്ചിരുന്നെങ്കിലും എനിക്ക് ഇത്ര സങ്കടമാവില്ലായിരുന്നു. मुझे बुरा इसलिए लग रही है कि उन्होंने मुझे साहिल के सामने डांटा. എനിക്ക് സങ്കടം സാരെന്നെ സാഹിലിന്റെ മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞതുകൊണ്ടാണ്. മാ, इसमें बुरा लगने वाली कौन सी बात है? ഇതില് വിഷമിക്കാൻ മാത്രം എന്താ ഉള്ളത്? സാഹിൽ तो तुम्हारी बहुत अच्छा दोस्त है ना. സാഹിൽ നിന്റെ വളരെ അടുത്ത സുഹൃത്തല്ലേ. वह जानता है तू कैसी है. അവൻ അറിയില്ലേ നീ എങ്ങനെയാണെന്ന്. उसे जरूर तुमसे ज्यादा बुरा लग रहा होगा कि माड साहब ने तुम्हें डांटा, वह भी उसके लिए जिसमें तुम्हारी कोई गलती है ही नहीं. അവന് തീർച്ചയായും നിന്നെക്കാളും കൂടുതൽ സങ്കടമായിണ്ടാവും. കാരണം മാഡ് സാബ് നിന്നെ നീ ചെയ്യാത്ത കുറ്റത്തിനാണ് ചീത്ത പറഞ്ഞുള്ളത്. ബേല, ഹാ മാ, ഉസേ ബഹുത് ബുരാ ലഗ് രഹാ ഥാ. ശരിയാ അമ്മേ, അവന് ഒരുപാട് വിഷമമുണ്ട്. വഹ് മുझे बहुत अच्छी तरह से समझते हैं माँ. അവൻ എന്നെ നല്ലോണം അറിയാം അമ്മേ. अब मुझे कोई परेशानी नहीं है, मैं ठीक हूँ. എൻ്റെ എല്ലാ വിഷമവും മാറി അമ്മേ, എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. അടുത്ത ചോദ്യം, പാഞ്ച്വി കക്ഷാക്കെ റിസൾട്ട് കാ ദിൻ. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന ദിവസം. ബേല और സാഹിൽ की ആഖിരി മുലാഖാത്ത് थी. ബേലയുടെയും സാഹിലിന്റെയും അവസാന കണ്ടുമുട്ടലായിരുന്നു. വേ ബഹുത് ദുഃഖി ഹോക്കർ ഗർ ഗയേ. അവർ രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെട്ടാണ് വീട്ടിലേക്ക് പോയത്. ഇസ് സംബന്ധ മേം ബേല ने अपनी डायरी में क्या क्या लिखा होगा? ഇതിനെക്കുറിച്ച് ബേല തന്റെ ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? കൽപ്പന കർക്കെ ലിഖേ. സങ്കൽപ്പിച്ച് എഴുതുക. ഇവിടെ ബേലയുടെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറയുന്നത്. ഉത്തരം നോക്കാം. ഡയറി എന്നൊരു ഹെഡിങ് കൊടുക്കാം. അതിന് താഴെ താരീഖ്, തീയതി, വലതുവശത്തായിട്ട് ദിൻ, ദിവസം. ഇത് ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആജ് മേരെ ലിയേ ബഹുത് ദുഃഖ് കാ ദിൻ ഥാ. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു ദിവസമായിരുന്നു. ആജ് 5वीं കക്ഷാ കാ റിസൾട്ട് ആയാ ഥാ. ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. मैं और साहिल റിപ്പോർട്ട് കാർഡ് लेने के लिए സ്കൂൾ गया था. ഞാനും സാഹിലും റിപ്പോർട്ട് കാർഡ് വാങ്ങാൻ വേണ്ടി സ്കൂളിൽ പോയിരുന്നു. मैं और साहिल पास हो गए. ഞാനും സാഹിലും പാസ്സായി. इस बात पर हम दोनों बहुत खुश थे. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷായി. फिर स्कूल से घर आते समय साहिल ने बताया कि वह आगे की पढ़ाई के लिए अजमेर जाने वाला है. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരും വഴി സാഹിൽ പറഞ്ഞു അവൻ തുടർ പഠനത്തിനായി അജ്മീറിലേക്ക് പോവുകയാണ് എന്ന്. और मुझे पापा ने राजकीय कन्या पाठशाला में दाखिल करवाने जा रहा है. അച്ഛൻ എന്നെ റോയൽ ഗേൾസ് സ്കൂളിലാണ് ചേർത്താൻ പോകുന്നത്. मतलब मैं और साहिल अब अलग अलग स्कूल में पढ़ेंगे. എന്ന് വെച്ചാൽ ഞാനും സാഹിലും ഇനി വേറെ വേറെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. अब मैं क्या करूँगी? ഇനി ഞാൻ എന്താ ചെയ്യാം? സാഹിൽ के अलावा यहाँ मेरा कोई दोस्त भी तो नहीं है. സാഹിൽ അല്ലാതെ എനിക്കിവിടെ വേറെ കൂട്ടുകാരും തന്നെയില്ലല്ലോ. अब मैं किसके साथ बीरबहुटियों को गोचूंगा? ഇനി ഞാൻ ആരുടെ കൂടെയാ ബീർബഹൂട്ടികളെ തെരയുക? किसके साथ खेलूंगा? ആരുടെ കൂടെയാ കളിക്കാം? काश हम दोनों को एक दूसरे से कभी अलग होना ही न पड़े होते. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും തമ്മിൽ വേർപിരിയേണ്ട അവസ്ഥ വരാതിരുന്നെങ്കിൽ. മുझे वह बहुत याद आऊंगा. ഞാൻ അവനെ ഒരിക്കലും മറക്കില്ല. क्या वह भी मुझे याद करेगा क्या? അവനും എന്നെ ഓർക്കുന്നുണ്ടാവുമോ? അടുത്ത ചോദ്യം നോക്കാം. ബേല की ചരിത്രഗത വിശേഷതാओं पर टिप्पणी लिखे. ബേലയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം.
हिंदी साहित्य के प्रमुख लेखक श्री प्रभात द्वारा लिखा गया एक मनोहर कहानी है बीर बहूटी. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ ലേഖകനായ ശ്രീ പ്രഭാത് എഴുതിയ മനോഹരമായൊരു കഥയാണ് ബീർ ബഹൂട്ടി. ഇസ് കഹാനി കാ മുഖ്യ പാത്ര ഹെ ബേല. ഈ കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ബേല. വഹ് ഏക് ബഹുത് അച്ചി ലഡ്കി ഹെ. അവൾ ഒരു നല്ല കുട്ടിയായിരുന്നു. ഓർ വഹ് സബ്സെ ബഹുത് അച്ചേ സെ പേശ് ആത്തി ഹെ. അവൾ എല്ലാവരോടും നല്ലതുപോലെയായിരുന്നു പെരുമാറിയിരുന്നത്. ഉസ്കി സബ്സെ അച്ഛാ ദോസ്ത് ഹെ സാഹിൽ. അവളുടെ വളരെ അടുത്ത കൂട്ടുകാരനായിരുന്നു സാഹിൽ. വഹ് സാഹിൽ സെ ബഹുത് പ്യാർ കർത്തി ഹെ. അവൾ സാഹിലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. വഹ് ദോനോം ഹമേശ ഏക് സാത്ത് ഹോത്തെ തെ. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഖേൽനേമേം കളിക്കാനും, പഠനേമേം പഠിക്കാനും, സ്കൂൾ ജാനേമേം സ്കൂളിൽ പോകാനും, ഓർ കക്ഷാമേ ബി പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിലും അവർ അടുത്തടുത്തായിരുന്നു ഇരുന്നിരുന്നത്. ബേല ഏക് സ്വാഭിമാനി ലഡ്കി थी. ബേല ആത്മാഭിമാനിയായ ഒരു കുട്ടിയായിരുന്നു. जब सुरेंद्र माट साहब ने उसे बिना कोई गलती के डांट दिया तो उसे बहुत बुरा लगा. സുരേന്ദർ സാർ അവൾ ചെയ്യാത്ത തെറ്റിന് ചീത്ത പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടായി. ഗാസ് കർ ഇസ്ലിയെ ഹി കി മാട്ട് സാബ് നെ ഉസെ സാഹിൽ കെ സാമനെ ഡാട്ടാ ഥാ. അവൾക്ക് കൂടുതൽ വിഷമാവാൻ കാരണം സാർ അവളെ സാഹിലിന്റെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു എന്നതുകൊണ്ടാണ്. വഹ് സാഹിൽ കെ സാമനെ ശർമിന്ദ ഹോന നഹി ചാഹത്തി തി. അവൾ ഒരിക്കലും സാഹിലിന്റെ മുന്നിൽ അപമാനിതയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. വഹ് സാഹിൽ കോ ദുഃഖമേ നഹി ദേഖ് സക്തേ थे. സാഹിലെ വിഷമിക്കുന്നത് അവൾക്ക് ഇഷ്ടല്ലായിരുന്നു. उसकी जिंदगी में साहिल की बहुत अहमियत है, इसीलिए साहिल से अलग होते समय उसे बहुत बुरा लगा था. അവൾ തന്റെ ജീവിതത്തിൽ സാഹിലിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ടാണ് സാഹിലുമായി പിരിയുന്ന നേരത്ത് അവൾക്ക് ഒരുപാട് സങ്കടായത്. ഉസ്കി ആംഖോ മേം ആസു ഭർ ആയേ थे. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വഹ് സാഹിൽ സെ അലഗ് ഹോന നഹി ചാഹത്തി थी. അവൾ ഒരിക്കലും സാഹിലിൽ നിന്നും വേർപിരിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് നോക്കാം. യഹ് വിനോദ് കുമാർ ശുക്ല കി കവിത പർ നരേഷ് സക്സേന കി ടിപ്പണി ഹെ. അപ്പോൾ ഇത് വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെ കുറിച്ചിട്ട് നരേഷ് സക്സേന എഴുതിയിട്ടുള്ളൊരു കുറിപ്പാണ്. सक्सेना जी इस टिप्पणी में कविता का पूरा विश्लेषण किया है. അപ്പം ഈ സക്സേന ജി ഈ കുറിപ്പിൽ ആ കവിതയുടെ മൊത്തമായിട്ടുള്ളൊരു വിശ്ലേഷണം ചെയ്തിട്ടുണ്ട്. वे कहते हैं कि कवि हमारे जानने की रूढ़िग्रस्त आधार को तोड़ देता है, जो व्यक्ति के नाम, पता, उम्र, ओहदे या जाति से जानने को जोड़ती है, और जानना शब्द को मनुष्य के भावनाओं से जोड़ता है. നമ്മൾ പണ്ട് മുതൽ വിചാരിച്ചിരിക്കുന്നത് ഈ ജാന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഒരാളുടെ പേര്, വയസ്സ്, പിന്നെ അയാളുടെ അഡ്രസ്സ്, മാത്രമല്ല അയാളുടെ ജാതി, ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ ചിന്താഗതിയെ തന്നെ കവി മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മനുഷ്യൻ്റെ ഭാവനകൾ അല്ലെങ്കിൽ ഫീലിങ്സിനോട് ആ വാക്കിനെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി जोड़ता है कवि के बात को और स्पष्ट करने के लिए सक्सेना जी एक घटना को हमारे सामने रखते हैं. കവി പറയുന്ന ഈ കാര്യം കുറച്ചുകൂടി സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് सक्सेना जी ഒരു കാര്യം നമ്മളുടെ മുന്നിൽ വെക്കുകയാണ്. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर उसके नाम, पता आदि को जाने बिना ही हम जान सकते हैं कि वह मुसीबत में है और उसे मदद की ज़रूरत है. അപ്പം വഴിയിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ മുറിവ് പറ്റി കിടക്കുന്ന ഒരാളെ കണ്ടാൽ തന്നെ അയാളുടെ വയസ്സോ നാളോ പേരോ ഒന്നും അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളൊരു അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല അയാൾക്ക് ഹെൽപ്പും ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനൊന്നും അയാളുടെ പേരറിയണമെന്നോ നാളറിയണമെന്നോ വീടറിയണമെന്നോ ഒന്നും ആവശ്യമില്ല. അപ്പം അയാളുടെ ആ ഫീലിങ്സ് മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. कविता के संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं.
അപ്പോൾ കവിതയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ രണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ മാനവീയ സംവേദന, അതായത് മനുഷ്യത്വപരമായിട്ടുള്ള ഫീലിങ്സ് ആണ് വേണ്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. ജാൻകാരിയം ജറൂരി നഹി, അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല നമ്മൾ അറിയേണ്ടത് എന്ന്. सक्सेना जी कवि के बारे में कविता के एक संक्षिप्त विवरण, उसका शिल्प पक्ष और संदेश को भी इस टिप्पणी के द्वारा प्रस्तुत किया है. അപ്പം ഈ സക്സേനാജി അദ്ദേഹം ഈ ടിപ്പണിയിലൂടെ ആ കവിയെ കുറിച്ചിട്ട് മാത്രമല്ല കവിതയുടെ ഒരു സംക്ഷിപ്ത രൂപവും പിന്നെ അതിന്റെ ശില്പപക്ഷവും മാത്രമല്ല അത് നമുക്ക് നൽകുന്ന സന്ദേശവും കൂടി ഈ ടിപ്പണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ആ കവിതയെ കുറിച്ചിട്ടൊരു കുറിപ്പ് എഴുതേണ്ടത് എന്ന് അദ്ദേഹം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വൺ വേർഡ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നാമക് കവിതാ കെ ലേഖക് കോൻ ഹെ? ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ ലേഖകൻ ആരാണ്? അതിന്റെ ഉത്തരം വിനോദ് കുമാർ ശുക്ല എന്നാണ്. അടുത്തതായി, ടിപ്പണി കാ ലേഖക് കോൻ ഹെ? അതൊരു ആസ്വാദൻ ടിപ്പണിയാണ്. അതിന്റെ ലേഖകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നരേഷ് സക്സേന എന്നാണ്. അടുത്ത ചോദ്യം, സഡക് പർ ഘായൽ പടെ അപരിചിത് വ്യക്തി കോ ദേഖ് കർ ഹമേം ക്യാ കർണാ ചാഹിയെ? അതായത് വഴിയിൽ അല്ലെങ്കിൽ റോഡിൽ പരിക്കു പറ്റിക്കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, ഉസെ അസ്പതാൽ പഹുഞ്ചാനെ മേ മദത് കർണാ ചാഹിയെ. അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം, വ്യക്തി കോ ജാനേ കെ ലിയെ ഹമേം ക്യാ ക്യാ ജാനനാ ചാഹിയെ? അതായത് ഒരു വ്യക്തിയെ അറിയുന്നതിനായി നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ചുകൂടി വിസ്തരിച്ച് അല്ലെങ്കിൽ 2 വരിയോളം വരെ ഇതിന്റെ ഉത്തരം എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വ്യക്തിക്കോ ജാനേ കെ ലിയെ ഉസ്കി ഹതാശ, നിരാശ, അസഹായത और उसका संकट जानना है. അതായത് വ്യക്തിയെ അറിയുന്നതിനായി അയാളുടെ വിഷാദം, ഹതാശ എന്ന് പറഞ്ഞാൽ വിഷാദം, നിരാശ, അസഹായത और उसका संकट, അയാളുടെ വിഷമം എന്നിവയും അറിയേണ്ടതുണ്ട്. ഇനി അടുത്ത ചോദ്യം, मनुष्य को जानने के लिए उसकी हताशा को जानना है. लेखक की इस राय से क्या आप सहमत है? अपने राय लिखिए. मनुष्य को जानने के लिए उसकी हताशा को जानना चाहिए. മനുഷ്യനെ അറിയുന്നതിനായി അയാളുടെ വിഷാദത്തെ അറിയേണ്ടതുണ്ട്. ലേഖക് की इस राय से क्या आप सहमत हैं? ലേഖകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? अपने राय लिखिए. നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടതുണ്ട്. ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്: ലേഖക് के इस राय से मैं सहमत हूँ. ലേഖകന്റെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. क्योंकि किसी के नाम, पता, उम्र आदि की जानकारी रखने से हम उसको पूरी तरह से नहीं समझ पाएंगे. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ അറിയുന്നതിലൂടെ നമ്മൾ അയാളെ പൂർണ്ണമായി മനസ്സിലാക്കണം എന്നില്ല. ഏക് വ്യക്തി കോ ജാനാ ഹെ തോ ഉസ്കെ മൻ കോ ജാനാ ഹെ. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അയാളുടെ മനസ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹതാശ, നിരാശ, അസഹായത, സങ്കട് ആദി ഭാവനാओं को जानना है. വിഷാദം, നിരാശ, സഹായത, വേദന എന്നീ ഭാവനകളെ അതായത് എന്നീ വികാരങ്ങളെ അറിയേണ്ടതുണ്ട്. വഹി ജാന്ന ശബ്ദ കാ സഹി അർത്ഥ ഹോത്താ ഹെ. അതാണ് ജാന്ന എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം. ഭാവനാओं के बिना जानना पूरा नहीं होता. വികാരങ്ങളില്ലാതെ ജാന്ന എന്ന പദം പൂർണ്ണമാകില്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം. मान ले सड़क दुर्घटना में एक व्यक्ति घायल पड़ा. അതായത് ഒരു ആക്സിഡന്റിൽ ഒരു വ്യക്തി മുറിവ് പറ്റി കിടക്കുകയാണ്. കിസിനെ ഉസ്കി മദത് നഹീ കി. ആരും അയാളെ സഹായിച്ചില്ല. ബഹുത് സമയ തക് വഹ് സഡക് പർ ഹി പടാ രഹാ. ഒരുപാട് നേരം അയാള് റോഡിൽ തന്നെ കിടന്നു. ഇസ് ഘടനാ പർ ഏക് റിപ്പോർട്ട് ലിഖി. ഈ സംഭവത്തെ ആസ്പദമാക്കി ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ
ഇപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം അതിലൊരു നല്ല ഹെഡിങ് ഉണ്ടായിരിക്കണം. ആ ഹെഡിങ് വളരെ ചുരുങ്ങിയിട്ടും ആയിരിക്കണം. മാത്രമല്ല അത് എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലും ഉള്ളതായിരിക്കണം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഘായൽ വ്യക്തി 3 ഘണ്ടെ തക് സഡക് പർ തടപ്താ രഹ. അതായത് മുറിവ് പറ്റിയ വ്യക്തി 3 മണിക്കൂറോളം റോഡിൽ തടപ്താ രഹ എന്ന് പറഞ്ഞാൽ പിടഞ്ഞ് കിടന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാർത്ത കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഹെഡിങ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല ഇനി അടുത്തതായിട്ട് ഒരു സ്ഥലത്തിന്റെ പേരും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ദില്ലി എന്നാണ്. അത് ജസ്റ്റ് ഒരു പേര് കൊടുത്തേ എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പേര് കൊടുക്കാവുന്നതാണ്. ഇനി അതിന്റെ മുഖ്യമായ പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഫുൾ സൈസ് ഒന്ന് നമുക്ക് നോക്കാം. കൽ ന്യൂ ലൈൻ സഡക് പർ ദുർഘടന സെ ഘായൽ വ്യക്തി 3 ഘണ്ടെ തക് സഡക് പർ തടപ്താ രഹ. ഇന്നലെ ന്യൂ ലൈൻ സഡക് പർ, ന്യൂ ലൈൻ എന്നുള്ള ഒരു പേര് കൊടുത്തേ ഉള്ളൂ, റോഡിനൊരു പേര് കൊടുത്തേ ഉള്ളൂ. അപ്പൊ കൽ ന്യൂ ലൈൻ സഡക് പർ, ഇന്നലെ ന്യൂ ലൈൻ സഡക് അതായത് റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഘായൽ വ്യക്തി 3 ഘണ്ടെ തക് സഡക് പർ തടപ്താ രഹ. അയാൾ 3 മണിക്കൂറോളം ആ റോഡിൽ തന്നെ പിടഞ്ഞ് കിടന്നു. കൽ ഷാം 3 ബജെ ഹി ദുർഘടന ഹുവാ ഥ. ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അരുൺ നാമക് വ്യക്തി കാ മോട്ടോർ ബൈക്ക് ബ്രേക്ക് ഫെയിൽ ഹോ ജാനെ സെ ബിജലി കെ ഖംബെ പർ ടക്രാ ഗയാ ഥ. അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ബൈക്ക് ബ്രേക്ക് ഫെയിൽ ആയതുകൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ഉസ്കെ സിർ ഓർ ഹാത്ത് പർ ഭി ഗഹര ഘാവ് ഥ. അയാളുടെ തലയ്ക്കും കൈക്കും വളരെ നല്ല പരിക്ക് പറ്റിയിരുന്നു. ലേക്കിൻ സഡക് സെ ഗുസർനെ വാലോ മേ സെ കോയി ഭി ഉസ്കാ മദദ് നഹീ കി. പക്ഷേ റോഡിലൂടെ കടന്നു പോകിയ ആരും അയാളെ സഹായിച്ചില്ല. അന്ത് മേ 15 साल का एक बच्चे ने पुलिस को बुलाया और 6 बजे पुलिस आकर ही उसको अस्पताल पहुंचाए. അവസാനം 15 വയസ്സുള്ളൊരു കുട്ടി പോലീസിനെ വിളിക്കുകയും 6 മണിയായപ്പോൾ പോലീസ് വന്ന് അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. ഉസ് വ്യക്തി കാ സ്വാസ്ഥ്യ അബ് ടീക് ഹെ. ആ വ്യക്തിയുടെ ആരോഗ്യം ഇപ്പോൾ നല്ല നിലയിലാണ്. ആജ്കൽ ലോഗോं के मन में इंसानियत नाम की कोई चीज ही नहीं है. ഇന്ന്, അതായത് നവഡേയ്സ് എന്നുള്ള മീനിങ് ആണ്. ഇന്ന് എല്ലാം ആളുകളുടെ മനസ്സിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നെ ഇല്ല. സ്വാസ്ഥ്യ മന്ത്രി പത്രക്കാരോं से कहा. അതായത് ആരോഗ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞു. വേ ഉസ് ബച്ചേ കാ ഭലേ മൻ की പ്രശംസ करने भी नहीं भूले. അതായത് ആ കുട്ടിയുടെ നല്ല മനസ്സിനെ പ്രശംസിക്കാനും അദ്ദേഹം മറന്നില്ല. ഇപ്പം ഒരു പത്ര റിപ്പോർട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. संकेतों की सहायता से जीवन में मानवीय मूल्यों का महत्व विषय पर लेख लिखें. അതായത് കൊടുത്തിരിക്കുന്ന ഹിൻസിന്റെ സഹായത്തോടു കൂടി ജീവൻ മേ മാനവീയ മൂല്യം കാ മഹത്വം, ജീവിതത്തിൽ മാനവീയ മൂല്യങ്ങളുടെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു ലേഖനം എഴുതൂ. ജീവൻ കി സമസ്യയെ, ജീവിതത്തിന്റെ പ്രോബ്ലംസ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതാണ് ഫസ്റ്റ് ഹിന്റ്. അടുത്ത ഹിന്റ് ദൂസരോं को മദദ്, മറ്റുള്ളവരെ സഹായിക്കുക. പരസ്പർ സഹായത കർണം, അതായത് മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. അടുത്ത ഹിന്റ് ത്യാഗ കാ മനോഭാവ്, ത്യജിക്കാനുള്ള മനോഭാവം അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനുള്ള മനോഭാവം. ഇതെല്ലാമാണ് ഹിന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടൊരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അതിനൊരു ഹെഡിങ് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഒരു ലേഖനമാകുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാനിവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ജീവൻ മേ മാനവീയ മൂല്യം കാ മഹത്വം, അത് തന്നെയാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ബച്പൻ മേ കോയി ജോ സീഖ്താ ഹെ വഹി ഉസ്കെ ജീവൻ കാ മൂല്യ ബൻ ജാതാ ഹെ. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ എന്താണോ പഠിച്ചത് അതാണ് അവരുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവന്റെ മൂല്യമായി തീരുന്നത്. മമത, ദയ जैसे मानवीय व्यवहार वह अपने बचपन में माता पिता से दिया हुआ शिक्षा से हासिल करता है. മമത, ദയ എന്നിങ്ങനെയുള്ള മാനവീയ വ്യവഹാരങ്ങൾ, വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ
പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവൻ പഠിക്കുന്നത് അവന്റെ അച്ഛനമ്മമാരിൽ നിന്നുമാണ്. जीवन की समस्याओं का सामना करना, दूसरों का मदद करना, परस्पर सहायता करना, त्याग का मनोभाव आदि मनुष्यता का ही रूप होता है. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, ജീവിതത്തിലെ സമസ്യകളെ നേരിടുക, പിന്നെ പരസ്പരം സഹായിക്കുക, മാത്രമല്ല ത്യാഗം ചെയ്യാനുള്ള മനോഭാവം എന്നിവയെല്ലാം മനുഷ്യത്വത്തിന്റെ തന്നെ രൂപമാണ്. ഭാവനാओं को समझकर किसी के सहायता करने से ഹമാരെ അന്തർ ഇൻസാനിയത്ത് ബഡ്താ ഹെ. അപ്പം ഭാവനകളെ അല്ലെങ്കിൽ വികാരങ്ങളെ മനസ്സിലാക്കി മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. ഓർ ഹമേ വാപ്പസ് സഹായത മിൽത്താ ഭി ഹെ. മാത്രമല്ല നമുക്ക് തിരിച്ചും സഹായം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ക്യോങ്കി ജോ ഹം ദേത്താ ഹെ വഹി ഹം പാത്താ ഹെ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എന്താണ് നൽകുന്നത് അതുതന്നെയാണ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. मनुष्य में जो मानवीय मूल्य है वही उसे अन्य जीवों से अलग बनाता है. മനുഷ്യന്റെ ഉള്ളിലുള്ള മാനവീയ മൂല്യമാണ് അവനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലേഖനം എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൊടുത്തിരിക്കുന്ന ഹിൻസ് എല്ലാം അതിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തദാൻ മഹാദാന ഹെ. രക്തദാനം മഹാദാനം. अपना रक्तदान करो, किसी भी समय किसी भी व्यक्ति के लिए यह जरूरी होता है. നമ്മുടെ രക്തം ദാനം ചെയ്യൂ, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അത് ആവശ്യമായി വരും. രക്തദാൻ കെ സംബന്ധമേ एक പോസ്റ്റർ തയ്യാർ കരെ. രക്തദാനത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വളരെ ആകർഷകമായിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു കള്ളിയൊക്കെ വരച്ച് നല്ല വൃത്തിയിൽ ചെയ്യാൻ നോക്കുക. ചിത്രമൊക്കെ വരയ്ക്കാം, ചിത്രങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം, നമ്മളുടെ കലാവിരുദ്ധമൊക്കെ അതിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രക്തദാൻ മഹാദാൻ എന്ന് തന്നെയാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ അപ്ന രക്തദാൻ കരോ, നമ്മുടെ രക്തം ദാനം ചെയ്യൂ. കിസി ഭി സമയ കിസി ഭി വ്യക്തി കെ ലിയെ വ ജറൂരി ഹോത്താ ഹെ. എപ്പോഴെങ്കിലും അത് ആർക്കെങ്കിലും ഉപയോഗമായിട്ട് വരും. കിസി കെ ജാൻ ബച്ച് ജായേം തോ ആപ് ഈശ്വർ സെ കം നഹി. ആരുടെയെങ്കിലും ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരന് തുല്യനാണ് എന്നാണ് പറയുന്നത്. അപ്പം നല്ല വൃത്തിയിൽ വളരെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് കള്ളിക്കുള്ളിലാക്കിയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൂട്ടാ പഹിയ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യം നമുക്ക് വൺ വേർഡ്സ് നോക്കാം. ടൂട്ടാ പഹിയ കിസ് തരഹ് കി വിധാ ഹെ. ടൂട്ടാ പഹിയ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള രചനയാണ്? ഉത്തരം കവിത. അതൊരു കവിതയാണ്. അടുത്ത ചോദ്യം, ടൂട്ടാ പഹിയക്ക് രചനാക്കാർ കോൺ ഹെ. ടൂട്ടാ പഹിയ എന്ന കൃതിയുടെ രചനാക്കാർ അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ധർമ്മവീർ ഭാരതി. അത് ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലോഹ ലേന കാ അർത്ഥ് ക്യാ ഹെ. ലോഹ ലേന എന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഉത്തരമാണ് സാമ്ന കർണ, അതായത് നേരിടുക. അടുത്ത ചോദ്യം, ഇസ് കവിതാമേ ടൂട്ടാ പഹിയ കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹെ. ഈ കവിതയിൽ ടൂട്ടാ പഹിയ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആം ജനതാ കാ, ധനി ജനതാ കാ, ശാസക് വർഗ കാ, സൈനികോ കാ. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് വെച്ചാൽ ആം ജനതാ കാ, അതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. കിസ് പൗരാണിക് കഥാ കെ ആധാർ പർ യഹ് കവിത ലിഖി ഹെ. ഏത് പൗരാണിക കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? ഉത്തരം മഹാഭാരത്. അടുത്ത ചോദ്യം, ഛൂട്ട് ക സമാനാർത്ഥി ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേ. ഛൂട്ട് എന്നതിന്റെ സമാനമായിട്ട് അർത്ഥം വരുന്ന ശബ്ദം, അതായത് വാക്ക് കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അസത്യ, മഹാരഥി, ആവാസ്, പഹിയ. ഉത്തരം അസത്യ എന്നാണ്. അടുത്ത ചോദ്യം, ടൂട്ടാ പഹിയ ബ്രഹ്മാസ്ത്രോं से लोहा ले सकता है. इससे आपने क्या समझा? ടൂട്ടാ പഹിയ ബ്രഹ്മാസ്ത്രോं से लोहा ले सकता है എന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം इसका मतलब है टूटा पहिया ब्रह्मास्त्रों के सामना कर सकता है. ഇതിന്റെ അർത്ഥമാണ്
ടൂട്ടാ പഹിയ അതായത് പൊട്ടിപ്പോയ ചക്രം ബ്രഹ്മാസ്ത്രത്തെ വരെ നേരിടാൻ കഴിവുള്ളതാണ്. അതായത് ബ്രഹ്മാസ്ത്രത്തെ വരെ നേരിടാൻ പൊട്ടിപ്പോയ ചക്രത്തിന് സാധിക്കും എന്നതാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം സഹി മിലാൻ കരെ, അതായത് ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഓരോന്നായിട്ട് വായിക്കാം. ടൂട്ടാ പഹിയ അധർമ്മ കാ വിരോധി, അഭിമന്യു സമസ്യായേം, ചക്രവ്യൂഹ, ലഘുമാനവ്, മഹാരഥി, ശക്തിശാലി ഹഥിയാർ, ബ്രഹ്മാസ്ത്ര, വിപക്ഷി ദൾ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചേരുംപടി ചേർത്ത് എഴുതാനാണ് പറയുന്നത്, അതായത് ഒരേപോലെ വരുന്നത്. ഇപ്പൊ ടൂട്ടാ പഹിയ പൊട്ടിപ്പോയ ചക്രം, അതിന്റെ നേരെ എഴുതേണ്ടത് ലഘുമാനവ് എന്നാണ്, അതായത് സാധാരണ ജനത എന്ന് തന്നെയാണ് അർത്ഥം. അഭിമന്യു, അഭിമന്യുവിന്റെ നേരെ എഴുതേണ്ടത് അധർമ്മക വിരോധി എന്നാണ്, അതായത് അധർമ്മത്തെ എതിർക്കുന്ന ആൾ. അടുത്തത് ചക്രവ്യൂഹ, ചക്രവ്യൂഹത്തിന്റെ നേരെ എഴുതേണ്ടത് സമസ്യായം എന്നാണ്. മഹാരഥി, മഹാരഥിയുടെ നേരെ എഴുതേണ്ടത് വിപക്ഷി ദൾ എന്നാണ്, അതായത് എതിർ വശത്തുള്ള ആളുകൾ. ബ്രഹ്മാസ്ത്ര, ബ്രഹ്മാസ്ത്ര എന്നതിന് നേരെ എഴുതേണ്ടത് ശക്തിശാലി ഹഥിയാർ, അതായത് ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ആയുധം എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ വാക്കുകളും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ്. ടൂട്ടാ പഹിയ ലഘുമാനവിനെയും, അഭിമന്യു അധർമ്മക വിരോധി, ചക്രവ്യൂഹ സമസ്യായേം, മഹാരഥി വിപക്ഷി ദൾ, ബ്രഹ്മാസ്ത്ര ശക്തിശാലി ഹഥിയാർ എന്നിങ്ങനെയാണ് ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ടൂട്ടാ പഹിയ കവിത വർത്തമാന സമയമേ കഹാൻ തക് പ്രാസംഗിക ഹെ. ടൂട്ടാ പഹിയ എന്ന കവിത ഈ സമയത്ത് വർത്തമാന സമയമേ, അതായത് വർത്തമാന സമയത്തിൽ കഹാൻ തക് പ്രാസംഗിക ഹെ, എത്രത്തോളം പ്രാസംഗികമാണ്, അതായത് എത്രത്തോളം റെലവന്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്ന വിചാർ ലിഖെ, നിങ്ങളുടെ അഭിപ്രായം എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാവുന്നതാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്. ആജ് സമാജമേ അസത്യ ഓർ അന്യായ കാ ബോൽബാല ഹെ. ഇന്ന് സമൂഹത്തിൽ അസത്യവും അന്യായവും നിലനിൽക്കുന്നു. അഗർ കോയി ഉസ്കാ വിരോധ് കരേഗാ തോ അഭിമന്യു കി തരഹ് വഹ് സമസ്യാओं के बीच फंस जाएगा. ഒരു പക്ഷേ ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ അഭിമന്യുവിനെ പോലെ തന്നെ അയാൾ പ്രശ്നങ്ങളുടെ ഇടയിൽ പെട്ടുപോകും. തബ് സാധാരണ ജനതാ ഹി ഉസ്കാ മദദ് കർത്താ ഹെ. അപ്പോൾ സാധാരണ മനുഷ്യനാണ് അയാളെ സഹായിക്കുക. യാ ഉസ്കാ സഹാര ബൻ ജാതാ ഹെ, അല്ലെങ്കിൽ അയാളുടെ ആശ്രയമായി തീരുക. ഇസ് കവിത കെ ദ്വാരാ കവി സമകാലീന സമാജ് കി ജടിലതാओं के बारे में कहते हैं. ഈ കവിതയിലൂടെ കവി സമകാലീന സമൂഹത്തിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് 4 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടൂട്ടാ പഹിയ കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി ലിഖി. ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലേഖനം, ടിപ്പണി, ആസ്വാദന ടിപ്പണി ഒക്കെ എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കാൻ നോക്കുക. അപ്പം അതിന്റെ പാറ്റേൺ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ടൂട്ടാ പഹിയ എന്ന് തന്നെയാണ് ഞാനിവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. टूटा पहिया धर्मवीर भारती के प्रतीकात्मक कविता है. टूटा पहिया धर्मवीर भारतीയുടെ പ്രതീകാത്മകമായ കവിതയാണ്. धर्मवीर भारती आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और सामाजिक विचारक हैं. ധർമ്മവീർ ഭാരതി ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പ്രമുഖനായ ലേഖകനും കവിയും നാടകകൃത്തും മാത്രമല്ല സാമൂഹിക ചിന്തകനും കൂടിയാണ്. इस कविता में उन्होंने महाभारत के एक प्रसंग को लिया है. ഈ കവിതയിൽ അദ്ദേഹം മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. जब कुरुक्षेत्र युद्ध में अभिमन्यु चक्रव्यूह में फंस जाता है तब एक टूटा हुआ पहिया ही उसका सहारा बन जाता है. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെടുമ്പോൾ ഒരു പൊട്ടിപ്പോയ ചക്രമാണ് അവനെ സഹായിക്കാൻ എത്തുന്നത്. ഉസ് ടൂട്ടെ पहिये से वह हथियारों का सामना करता है. ആ പൊട്ടിപ്പോയ ചക്രം ഉപയോഗിച്ചാണ് അവൻ ഹത്യാരം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളെ എതിർക്കുന്നത്. उस टूटे पहिए को केंद्र में रखकर ही धर्मवीर भारती यह कविത लिखी है. ആ പൊട്ടിപ്പോയ ചക്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. इसमें टूटा पहिया कहता है मुझे मत फेंको. ഇതിൽ ടൂട്ടാ പഹിയ പറയുകയാണ് എന്നെ വലിച്ചെറിയരുത്.
कभी भी दुस्साहसी अभिमन्यु आकर इस चक्रव्यूह में फंस जाएगा और असत्य के पक्ष में रहकर कई महारथी अगर उस पर ब्रह्मास्त्र का प्रयोग करेगा तो मैं उसका सामना कर सकता हूँ. അപ്പം ഈ ചക്രം പറയുന്നതായിട്ട് കവി എഴുതുകയാണ്. കബീബി ദുസ്സാഹസി അഭിമന്യു, എപ്പോൾ വേണമെങ്കിലും ഒരു ദുസ്സാഹസി അഭിമന്യു ഈ ചക്രവ്യൂഹത്തിൽ വന്ന് അകപ്പെടും. മാത്രമല്ല അസത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കുറേയധികം മഹാന്മാർ അവന്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഞാൻ മാത്രമേ അതിനെല്ലാം എതിർക്കാൻ അവന്റെ കൂടെ ഉണ്ടാകൂ. ഇതിഹാസ് की सामूहिक गति छूटे पड़ जाएंगे तो सच्चाई का मदद मैं ही कर सकता हूँ. ഇതിഹാസത്തിന്റെ സാമൂഹിക ഗതി കള്ളമായി ഭവിക്കുമ്പോൾ സത്യത്തിനെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. യഹാം ടൂട്ടാ പഹിയ ലഘുമാനവ കാ പ്രതീക് ഹെ. ഇവിടെ ടൂട്ടാ പഹിയ എന്നത് ലഘുമാനവന്റെ, അതായത് സാധാരണ മനുഷ്യന്റെ പ്രതീകമാണ്. അഭിമന്യു അധർമ്മ ക വിരോധി, അഭിമന്യു അധർമ്മത്തിന്റെ എതിർക്കുന്ന ആളാണ്. മാത്രമല്ല ചക്രവ്യൂഹ സമസ്യാവുക, ചക്രവ്യൂഹ സമസ്യ അതായത് പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആജ് സമാജ് മേ അസത്യ ഓർ അന്യായ കാ ബോൽബാല ഹെ. ഇന്ന് സമൂഹത്തിൽ അസത്യത്തിന്റെയും അന്യായത്തിന്റെയും ബോൽബാല ഹെ, അതായത് അസത്യവും അന്യായവും നിലനിൽക്കുന്നു. जब कोई व्यक्ति उसका विरोध करेगा तो वह अभिमन्यु की तरह समस्याओं के बीच फंस जाएगा. ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ, അതായത് ഈ അസത്യത്തെയും അന്യായത്തെയും എതിർക്കുകയാണെങ്കിൽ അഭിമന്യുവിനെ പോലെ തന്നെ പ്രശ്നങ്ങളുടെ ഇടയിൽ അവനും പെട്ടുപോകും. തബ് ഉപേക്ഷിത് സമജ്നെ വാലെ ലഘുമാനവ ഹി ഉസ്കാ കാം ആത്തെ ഹെ. അപ്പോൾ നമ്മൾ ഉപേക്ഷിതർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്ന് ചിന്തിക്കുന്ന സാധാരണ മനുഷ്യനാണ് അവന് ഉപയോഗപ്രദമാവുക. इस कविता से कवि यह संदेश देना चाहते हैं कि इस दुनिया में कोई भी छोटा नहीं है. അപ്പൊ ഈ കവിതയിലൂടെ കവി നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നാൽ ഈ ലോകത്ത് ആരും ചെറുതല്ല. ഹർ കിസി കാ അപ്നാ കർത്തവ്യ ഓർ മഹത്വ ഹോത്താ ഹെ. ഓരോരുത്തർക്കും അവരുടേതായ കർത്തവ്യവും മഹത്വവും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആ കവിയെ കുറിച്ച് എഴുതുക ഫസ്റ്റ് പാരഗ്രാഫിൽ. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ആ കവിതയുടെ ആശയം ഒന്ന് ചെറുതാക്കി എഴുതുക. പിന്നെ വരുന്ന പാരഗ്രാഫിൽ എന്താണെന്ന് വെച്ചാൽ അത് എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന് എഴുതുക. പിന്നെ അവസാനം നമ്മളുടെ വിചാരം കൂടി അതിൽ എഴുതി ചേർക്കുക, അല്ലെങ്കിൽ ആ സന്ദേശം അതും കൂടി അതിൽ എഴുതി ചേർക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ആസ്വാദന ടിപ്പണി പൂർണ്ണമാവുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ബണ്ടി എന്ന ചാപ്റ്ററിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബണ്ടി കിസ് തരക്കി വിധാ ഹെ. ബണ്ടി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം ഉപന്യാസ് കാ അംശ്. അടുത്തത് ബണ്ടി കിസ്കി രചന ഹെ. ബണ്ടി ആരുടെ രചനയാണ്, അല്ലെങ്കിൽ അത് ആര് രചിച്ചതാണ്? ഉത്തരം മന്നു ഭണ്ഡാരി. അടുത്ത ചോദ്യം, ബണ്ടി കിസ് ഉപന്യാസ് കാ അംശ് ഹെ. ബണ്ടി എന്ന് പറയുന്നത് ഏത് ഉപന്യാസത്തിൽ നിന്നെടുത്ത ഭാഗമാണ്? ഉത്തരം ആപ്ക ബണ്ടി. അപ്പോൾ ഇതെല്ലാമാണ് ഈ 4 ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യനും നല്ല വായിച്ചിട്ട് തന്നെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് അനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ വലിയ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ പാറ്റേൺ ശ്രദ്ധിക്കുക. മീൻസ് എങ്ങനെയാണ്, ഡയറി ആണെങ്കിൽ അതിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ടൊക്കെ എഴുതുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു.